ഞാനിപ്പോ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് കേട്ടോ. ഞാൻ ചാലക്കുടിക്കാരനാണ്. ചാലക്കുടി പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാലക്കുടിക്കാർക്കൊരു ഉത്സവമാണ്. അതിന്റെ കാഴ്ചകളാണ് കേട്ടോ ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ ഇത്തവണത്തെ ചാലക്കുടി പെരുന്നാൾ കളർഫുൾ ആയിരുന്നു. ഫോം പാർട്ടിയും അതുപോലെ ബെല്ലി ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. ഇത് ഷെലീല എന്ന് പറഞ്ഞ പോളണ്ടുകാരി ഡാൻസറാണ് കേട്ടോ. നല്ല കിറ്റുമായിട്ട് ബെല്ലി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒരു 10 സ്റ്റേജുകളുണ്ടായിരുന്നു. അതിലെല്ലാം ഈ 10 സ്റ്റേജിലും ഈ പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കൊച്ചുകുട്ടികളടക്കം സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഓൾമോസ്റ്റ് 1 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കുറേ കമന്റ്സ് ഒക്കെ പോസിറ്റീവായിട്ടും കുറേ കമന്റ്സ് ഒക്കെ നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ കൺസെപ്റ്റ് അല്ലേ. പിന്നെ പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, പരിപാടികളെല്ലാം ഇപ്പോൾ റിലീജിയസ് ആണെന്ന് എനിക്ക് അത്രയും തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഈ ഒരു സെലിബ്രേഷനും എൻജോയ്മെന്റിനും മാത്രം വരുന്ന ആൾക്കാരാണ്. ദാറ്റ്സ് മൈ വെരി പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും അടിച്ചു വിളിക്കണ്ടായിരുന്നു കേട്ടോ. ഡാൻസും ഇതൊക്കെ ആയിട്ട് DJ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വെറൈറ്റി പ്രോഗ്രാംസുകളായിരുന്നു. മാജിക് ഷോ ഉണ്ടായിരുന്നു, ചെണ്ട ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടി ടോട്ടലി കളർഫുൾ ആയിരുന്നു. ടൗൺ ഓഫിന്റെ ദിവസമായിരുന്നു ഈ പ്രോഗ്രാമുകളെല്ലാം നടന്നത്. ഭയങ്കര ക്രൗഡായിരുന്നു. ചാലക്കുടി നഗരം മൊത്തം റോഡൊക്കെ എന്താ പറയാ തിങ്ങി നിറഞ്ഞ് ആൾക്കാരെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അത്രയും ക്രൗഡായിരുന്നു. നാട്ടിലെ പെരുന്നാളുകളും ഉത്സവങ്ങളൊക്കെ വേറെ ഒരു ഫീലാണല്ലേ, ഒരു നൊസ്റ്റാൾജിക് ഫീലാണല്ലേ. അത് പുറത്ത് ജോലിക്കായിട്ട് മറ്റാവശ്യങ്ങൾക്കായിട്ട് പുറത്ത് വിദേശത്ത് പോയിട്ട് ഈ പരിപാടികളൊക്കെ മിസ്സായവർക്കാണ് അത്രയും ഫീൽ ഉണ്ടാവുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരന് പെരുന്നാൾ ലീവ് കിട്ടുന്നൊക്കെ വിചാരിച്ചിരുന്നു. ലാസ്റ്റ് ലീവ് കിട്ടാനായപ്പോൾ കുറച്ച് ഡിപ്രഷനൊക്കെ വന്നായിരുന്നു. ഭയങ്കര വിഷമൊക്കെ ആയി. പിന്നെ ചാലക്കുടി പെരുന്നാളിന് എങ്കിലും എത്താൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചാലക്കുടി നഗരം മൊത്തം ചുറ്റിക്കറങ്ങി നടന്ന് പെരുന്നാളിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. വാദ്യമേളങ്ങളും തേരൊക്കെ ആയിട്ട് അമ്പെഴുന്നള്ളിച്ച് പോകുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അമ്പെഴുന്നള്ളിച്ച് പോകുന്നതിനിടയിൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി സംഭവം കേട്ടോ. ഈ അവസാനം വരുന്ന ഈ മാലാഖമാര്, 2 മാലാഖമാരുണ്ടായി. നല്ല ഹൈറ്റിൽ നല്ലൊരു ക്യൂരിയോസിറ്റി ഉള്ളൊരു ടൈപ്പ് മാലാഖമാരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആഘോഷങ്ങൾക്കൊക്കെ ഇപ്പോൾ വെറൈറ്റി പരിപാടീസാണ് നടക്കുന്നത്. എല്ലാ വർഷം തോറും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് നടത്തിപ്പുകാരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണ പെരുന്നാളിന് 4-5 ജയന്റിവിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി റൈഡുകൾ വേറെ ഉണ്ടായിരുന്നു. വെറൈറ്റി പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയാ, നമ്മളൊരു തിരക്കിൽപ്പെട്ട ഒരു ഒഴുക്കിനങ്ങ് പോവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ടൗൺ അമ്മിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. അപ്പൊ നമ്മുടെ നാട്ടിലെ പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ മിസ്സായി പോയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എന്റെ ചാനൽ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.